നമസ്കാരം. ലോകത്തിലുള്ള ഹമാസ് പ്രേമികൾക്ക് വലിയ രീതിയിൽ കരയാനുള്ള ഒരു അവസരം മറ്റൊന്നുകൂടി വന്നു ചേർന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവും കൂടി ഒന്നിച്ചിരുന്നുകൊണ്ട് നടത്തിയ ചർച്ചയിൽ ഒരു കാര്യം പൂർണ്ണമായിട്ടും അവർ തീരുമാനിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. പാലസ്തീനിലെ ജനങ്ങളെ പൂർണ്ണമായിട്ടും പാലസ്തീനിൽ നിന്ന് ഒഴിപ്പിച്ച് അത് തങ്ങൾ പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തുകൊണ്ട് ഇതൊരു കടലോര തീരദേശ വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പരിശ്രമങ്ങളിലേക്കും തങ്ങൾ ആദ്യത്തെ ഘട്ടം അത് തുടങ്ങാൻ പോവുകയാണ്. അതോടൊപ്പം ഹമാസിനെ പൂർണ്ണമായിട്ടും പാലസ്തീനിൽ നിന്നും ഇല്ലാതെ ആക്കും എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവന കൂടി ഈ പറയുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപും കൂടി പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഒരു വാർത്തയോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ബഹളം നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആരാണ് പാലസ്തീനിൽ കയറിക്കൊണ്ട് ഈ രീതിയിൽ പറയാനായിട്ട്? അമേരിക്കയുടെ കാര്യം നോക്കിയാൽ പോരെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കരഞ്ഞ് ഘോഷം അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് കണ്ണീരിങ്ങനെ ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഹമാസിന്റെ വലിയ രീതിയിലുള്ള ആരാധകരായിട്ടുള്ള കേരളത്തിലെ സുഡാപ്പികൾ എല്ലാവരും തന്നെ. അപ്പൊ എല്ലാ സുഡാപ്പികൾക്കും ഒരു കാര്യം ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആശയം അത് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ അവർ നടപ്പിലാക്കിയിട്ട് പല സ്ഥലങ്ങളിൽ അത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പാലസ്തീനിൽ ഇത് നിഷ്പ്രയാസം നടപ്പിലാക്കാൻ പറ്റും. കാരണം അവിടുത്തെ 85% കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇസ്രായേലിൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി തുടങ്ങിയ ആ ഒരു ആക്രമണത്തിൽ നിന്ന് അവിടെ പൂർണ്ണമായിട്ടും കൊടുത്തുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന രാജ്യമെന്നൊക്കെ പറയാനായിട്ട് സാധിക്കുമോ ഈ ഒരു പ്രദേശത്തെ? കാരണം അത് ഇപ്പോഴും അതൊരു രാജ്യമായിട്ടൊക്കെ കണക്കാക്കാൻ പറ്റാത്ത തരത്തിലേക്കാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വലിയ രീതിയിൽ ഇതൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും പറയാതിരിക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. ഗാസ എന്ന് പറയുന്ന പാലസ്തീനിലെ ഈ ഗാസ മുനമ്പ് അത് പൂർണ്ണമായിട്ടും ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അതിന്റെ ഉദാഹരണമായിട്ട് തന്നെയാണ് പാലസ്തീൻ ജനത ഗാസ വിട്ടു പോകണം, ഗാസയെ വലിയ രീതിയിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനായിട്ട് അമേരിക്ക തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ആയുധ ശേഖരം കൂടി അവിടെ സെറ്റ് ചെയ്യണം. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു പ്രദേശമില്ല. അപ്പോൾ ഭീകരവാദ ഗ്രൂപ്പുകളുടെ സങ്കേതമായിട്ടുള്ള ഗാസ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ഒരു രീതിയിൽ അവർക്ക് ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കാനും എല്ലാം മറ്റനവധി പല കാര്യങ്ങളും ചെയ്തു വെക്കാനും പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സാഹചര്യം ഇപ്പോൾ ഗാസയിൽ തയ്യാറെടുപ്പിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗാസയെ മാറ്റിമറിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അമേരിക്ക മുന്നിട്ടിറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് 1% പോലും ഒരു കോംപ്രമൈസ് പ്രതീക്ഷിക്കേണ്ട. ഭീകരവാദികളുടെ അന്ത്യകൂദാശ അത് നടപ്പിലാക്കും എന്നുള്ള തർക്കമില്ല. പക്ഷെ ഈ ലോകത്തെ പല ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഈ ഒരു ട്രംപിന്റെ പ്രസ്താവനയെ വലിയ രീതിയിൽ തള്ളിക്കളഞ്ഞിരിക്കും. ഒരിക്കലും അത് സാധ്യമാകാൻ പാടില്ലാത്ത കാര്യമാണ്. മറ്റ് രാജ്യങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള അവരുടെ ഒരു സംവിധാനങ്ങൾക്ക് മുകളിലേക്ക് അമേരിക്ക നടത്തുന്ന ഒരു കുതിച്ചു ചാട്ടമാണ് അല്ലെങ്കിൽ ഒരു കുതിച്ചു കയറ്റമാണ് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. പക്ഷെ ഈ യഥാർത്ഥത്തിൽ അമേരിക്കയെ പരസ്യമായിട്ട് വലിയ രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് എതിർക്കാനൊക്കെ ഇപ്പൊ ആരും വരുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. ഇറാൻ ആയിരുന്നു കുറച്ചുകൂടി മുന്നേ അമേരിക്കയും ഇസ്രായേലിനൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി തയ്യാറായത്. പക്ഷെ ഇറാന്റെ എല്ലാം പരിപ്പളക്കിയ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഒരു പരിധി വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ട്രംപിനെ കൊലപ്പെടുത്തുക എന്നുള്ള നിലപാടുമായിട്ട് ഇറാന്റെ ചാരന്മാര് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അവസ്ഥയൊക്കെ ഇപ്പോൾ അമേരിക്കയുടെ ഏജൻസികൾ തന്നെ പുറത്തു വരുന്നുണ്ട്. അതിന്റെ പേരിൽ തന്നെ ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇറാന്റെ ഈ പറയുന്ന ചാരന്മാര് തന്നെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെങ്കിൽ തന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്ത് തന്നെ ഉണ്ടാകില്ല, അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ നശിപ്പിച്ച് കളയും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഭാവിയിൽ ഇറാൻ നേരിടേണ്ടി വരും എന്നുള്ളതൊക്കെ ഇപ്പൊ പാലസ്തീനിൽ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനയിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ട് ബോധ്യം. കൂട്ടത്തിലൊരു കാര്യം കൂടി പറഞ്ഞു, അമേരിക്കയെ ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ അയൽ രാജ്യങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പൊ ജോർദാനുണ്ട്, അതോടൊപ്പം തന്നെ
ഈ വെസ്റ്റ് ബാങ്ക് ഒക്കെ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ ഇപ്പൊ ഒരു കൺട്രോളിൽ തന്നെയാണെന്നതിൽ തർക്കമില്ല. ഈജിപ്ത് അടക്കമുള്ള പല രാജ്യങ്ങളും, ജോർദാനും ഈജിപ്തും പോലെയുള്ള പല രാജ്യങ്ങളും ഇതുപോലെ തന്നെ ഈ ഇസ്രായേലികളെ വലിയ രീതി, അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല സംവിധാനങ്ങളെ തകർക്കുന്നതിനായിട്ട് ഒരു സമയത്ത് ശ്രമിച്ചിട്ടുണ്ട്. അവരൊക്കെ പൂർണ്ണമായിട്ടും അടിച്ചൊതുക്കിയിട്ട് തന്നെയാണ് ഇസ്രായേലിന്റെ രാജ്യത്തെ, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളെ പൂർണ്ണമായിട്ടും സംരക്ഷിച്ച് മുന്നോട്ട് പോയത്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ പാലസ്തീനികളെ ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യമാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ ട്രംപിന്റെ ഈ ഒരു പ്രസ്താവനയോട് 1% പോലും പ്രതികരിക്കാൻ ഇവർ തയ്യാറല്ല. കാരണം ഈ പലസ്തീൻ നിവാസികൾക്ക് ഒരു സ്വഭാവമുണ്ട്, എവിടെ പോയാലും അവർക്ക് ഭീകരവാദം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അത്രത്തോളം മൃഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ് ഉമാരെന്നതിൽ തർക്കമില്ല. അടി കിട്ടുന്ന സമയത്ത് കുറെ പൊട്ടിക്കരഞ്ഞ് അലറി വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന് എങ്ങനെയാണോ ഈ ലോകത്ത് അവർക്ക് ആളുകളെ കിട്ടിയിട്ടുള്ളത് പാലസ്തീൻ ജനതയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ ഹമാസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ആകാശത്തേക്ക് നോക്കിയെന്ന് ഞങ്ങൾക്ക് പ്രവർത്തകരെ തരൂ എന്ന് പറയുന്ന സമയത്ത് പ്രവർത്തകർ ഉണ്ടാകുന്നതല്ല. പൂർണ്ണമായിട്ടും ഒരു കാര്യം വ്യക്തമാക്കാൻ ഏതൊരു സമയത്തും നമ്മൾക്ക് സാധിക്കുന്ന ഒരു കാര്യം, ഹമാസിനെ പോലെയുള്ള ജിഹാദി ഗ്രൂപ്പുകളെ സൃഷ്ടിക്കുന്നതിൽ പാലസ്തീൻ ജനതയുടെ പങ്കാളിത്തം അത് നിസ്സാരമല്ല, അവിടുത്തെ ഭരണകൂടത്തിന്റെ പങ്കാളിത്തം നിസ്സാരമല്ല. അപ്പോൾ ഈ പറയുന്ന പാലസ്തീനിലെ ജനങ്ങളെ ഏറ്റെടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക രാജ്യങ്ങളും തയ്യാറാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അവർക്ക് ഭീകരവാദം ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഭീകരവാദത്തിൽ ഏതെല്ലാം തരത്തിൽ മറ്റ് സ്ഥലങ്ങളിലെ ആളുകളെ, അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ആളുകളാണെങ്കിലും അവരെ ഉപദ്രവിക്കുക എന്നുള്ള നയം തന്നെയാണ് ഈ പാലസ്തീനിലെ ജനങ്ങൾക്കുള്ളത്. അതിൽ തർക്കമില്ല. അപ്പൊ പാലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ഇതിലൊന്നും പെടാത്ത ആളുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വല്ല സർവേ എടുക്കേണ്ടി വരും. അത്രത്തോളം വലിയ രീതിയിൽ ഭീകരവാദത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജനതയാണ് ഇവന്മാരെന്നതിൽ തർക്കമില്ല. 60,000-ഓളം ആളുകൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരിച്ചു എന്നാണ് ഇവർ അവസാനമായിട്ട് പുറത്തുവിടുന്ന റിപ്പോർട്ട്. ആയിക്കോട്ടെ, ശരിയായിരിക്കും, അത്രത്തോളം വലിയ ആക്രമണം നടന്നിട്ടുണ്ട്. 85% കെട്ടിടങ്ങളും ഗാസാൻ മുന്നിലെ തകർന്നിട്ടുണ്ടെങ്കിൽ ഇത്ര ആളുകൾ മരിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. കുഞ്ഞു കുട്ടികളെ പോലും തോക്കെടുക്കാനും കളിത്തോക്കുമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് പരിശീലനം നടത്തിക്കുന്ന ഹമാസിനെ പോലെ ഒരു ഭീകരവാദ സംഘടന ലോകത്ത് മറ്റൊന്നും ഉണ്ടാവില്ല. ഒരു ജനതയെ കവചമാക്കിക്കൊണ്ട് ഈ കവചമാക്കാൻ തങ്ങൾ തയ്യാറാണെന്നുള്ള രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് അടിവയറിൽ ബോംബ് കിട്ടിയിട്ട് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവ രീതി ഈ ഭീകരന്മാർക്ക്, ഇസ്രായേലിലെ ഈ പറയുന്ന പാലസ്തീനിലെ ഭീകരന്മാർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഈ സ്വഭാവ രീതി വലിയ രീതിയിൽ ലോകത്തെ മുഴുവൻ നടപ്പിലാക്കുക എന്നുള്ള നയം ഇവർക്കുണ്ടാകുമെന്നുള്ളതിന്റെ ഭയപ്പാട് തന്നെയാണ് ഒരു രാജ്യവും സ്വീകരിക്കാത്തത്. ഇപ്പൊ കേരളത്തിലുള്ള കുറെ ഹമാസിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകൾ നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, തങ്ങൾ ഈ പറയുന്ന പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ക്രൂരകൃത്യം നടത്തുന്ന വലിയ രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിനെ പോലെ ഒരു രാജ്യം, ഈ രാജ്യത്തെ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യണം, ഇത് അമേരിക്കയുടെ സപ്പോർട്ട് ഉള്ളതിന്റെ പേരിൽ മാത്രമാണ് ഇവർ നിലനിൽക്കുന്നതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആരെന്ത് പറഞ്ഞാലും നെതന്യാഹുവിനെ പോലെ ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇസ്രായേൽ എടുക്കുന്ന തീരുമാനം, ഇസ്രായേൽ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് കൃത്യമായിട്ട് ചെയ്യും. എങ്ങനെയാണെങ്കിലും പാലസ്തീനിലെ ജനങ്ങളെ പൂർണ്ണമായിട്ടും പാലസ്തീനിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നു. അതിന് പല ലോകരാജ്യങ്ങളും നിശബ്ദമായിട്ടുള്ള പിന്തുണ പോലും കൊടുക്കുന്നുണ്ട് എന്നുള്ളതും സത്യസന്ധമായിട്ടുള്ള വിഷയമാണ്. അതിലൊരു തർക്കവുമില്ല.